നല്ല നമസ്കാരം. ഈ ആഴ്ചയിലെ ദിനദരികൃതവും തുടങ്ങുകയാണ്. അൽ-ഖ്വയ്ദയുടെ പുതിയ തലവനായി ഹംസ ബിൻ ലാദൻ ചുമതലയേറ്റത്രേ. കക്ഷി ബിൻ ലാദൻ്റെ മകനാണ്. അപ്പോൾ നെപ്പോട്ടിസം എന്ന സ്വജനപക്ഷപാതം ഇങ്ങ് കേരളത്തിൽ മാത്രമല്ല, ചിറ്റപ്പനും മരുമോനും മരുമോളുമൊക്കെ നല്ല കീ പോസ്റ്റിൽ വരുന്ന ഏർപ്പാട് അൽ-ഖ്വയ്ദയ്ക്ക് വരെയുണ്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ നമ്മ പാർട്ടി തെറ്റുതിരുത്തും. അതിപ്പോൾ അഞ്ജു ബേബി ജോർജിൻ്റെ അനുജനായാലും ശരി, ഇ.പി. ജയരാജൻ്റെ മരുമോനായാലും ശരി. അങ്ങനെ തെറ്റുതിരുത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ യശസ് വാനോളം ഉയർന്നു എന്ന തോന്നലിൽ ഇന്നത്തെ തരികടകൾ ആരംഭിക്കുന്നു. സ്വകാര്യ സ്വാശ്രയ കോളേജുകൾ എന്നാൽ പകുതി കുട്ടികൾക്ക് അവരുടെ മാർക്ക് അനുസരിച്ചും ബാക്കി പകുതിക്ക് മാർക്ക് കുറവാണെങ്കിലും അവരുടെ കാശനുസരിച്ചും മെഡിക്കൽ കോളേജിൽ പഠന സൗകര്യം നൽകുന്ന ഏർപ്പാടാകുന്നു. അപ്പോൾ മന്ദബുദ്ധികളായ കുട്ടികളുടെ പ്രവേശനം ഉറപ്പാക്കുന്ന സ്വകാര്യ കോളേജുകൾ അവരുടെ ബുദ്ധിയില്ലായ്മയ്ക്കനുസരിച്ച് തലവരി എന്ന കോഴയും വൻതുക ഫീസും വാങ്ങുന്ന ഒരു ദുരാചാരം 10-25 വർഷമായി നമ്മുടെ നാട്ടിൽ നടപ്പിലുണ്ട്. ഈ ഏർപ്പാടിന് ഇടത് വലത് മുന്നണിക്ക് പുറമെ BJPയും എതിരാണെങ്കിലും ആരും ഇതുവരെ ഈ കൊള്ളയ്ക്കെതിരെയും സാമൂഹിക തിന്മയ്ക്കെതിരെയും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടില്ല. പകരം ഏതൊരു സർക്കാരിനെതിരെയും ഈ വിഷയം ഉന്നയിച്ച് ആർട്സ് കോളേജിലെ വിദ്യാർത്ഥികൾ, അതായത് ഭാവിയിലെ രോഗികൾ, ഭാവിയിലെ ഡോക്ടർമാർക്കായി തെരുവിൽ കിടന്ന് തല്ലുകൊണ്ട് ഇപ്പോഴേ രോഗിയാകുന്ന സമ്പ്രദായത്തെ നമ്മൾ സ്വാശ്രയ സമരം എന്ന് പറയുന്നു. കാവ്യാത്മകമായി നടത്തുന്ന ഈ സമരത്തിലാണ് ഇന്നത്തെ അംഗം തുടങ്ങുന്നത്. ആദ്യം ABVP കുട്ടികൾ. ആട് ആട് നീ ആടാട്, ആട് ആട് നീ ആടാട്. എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ. മിഥിലാപുരിയിലെ മൺകിടാവിന് രാജകലയുടെ മാമാങ്കമേകിയ കോസല രാജകുമാര. ഇത്ര അടുത്തെത്തിയ ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ പിടിയിടാ. കളിപ്പ് കട്ടക്കളിപ്പ്, കളിപ്പ് കട്ടക്കളിപ്പ്. പറക്കും പാടി പറക്കും. നിനക്ക് ഭ്രാന്താണ്. ആരുടെ എന്റെ അളിയന്റെ ദേഹത്ത് കൈവച്ചത്? ആരുടെ എന്റെ അളിയനെ തല്ലിയത്? പിടയ്ക്കുന്നു പ്രാണൻ വിതുമ്പുന്നു ശോകാന്തരാമായണം ദിഗന്ധങ്ങളിൽ മയങ്ങുന്നിതാശാപാശങ്ങൾ. അധർമ്മം നടുങ്ങുന്ന മാത്താണ്ട പൗരുഷം രാമശിലയായി കറുത്തുവോ. ഇനി അടിക്കല്ലേ. ബോധം വീഴുമ്പോ ഞാൻ എങ്ങോട്ടെങ്കിലും എഴുന്നേറ്റ് പൊക്കോളാം. നിങ്ങൾ പൊക്കോ. മൂപ്പരെ കാലൊന്ന് തൊട്ട് വന്നിച്ചേക്കൂ. ഈ ചാൻസ് പിന്നെ കിട്ടിയില്ലാന്ന് വരും. വേഗം വേഗം ആവട്ടെ. എൽനീര് കൂടി കഴിഞ്ഞാൽ മറ്റുള്ളവർ വന്ന് കാല് പിടുത്തം തുടങ്ങും. അപ്പൊ പിന്നെ കാല് പിടിക്കാൻ ബുദ്ധിമുട്ടാവും. പാവം പിള്ളേർ. അത് SFI ആയാലും KSU ആയാലും ഇനി ABVP ആണെങ്കിലും ഇങ്ങനെ അടി വാങ്ങുന്നത് സങ്കടമാണ്. എന്തു ചെയ്യാം. ഇനി യൂത്ത് കോൺഗ്രസ് വരികയാണ് അടുത്ത അഭ്യാസത്തിനായി. വഴിയെ പോണ അടി മുഴുവൻ നിങ്ങളെന്താ ലേലം വിളിച്ചെടുത്തിരിക്കുക? ഇടയ്ക്ക് ഇങ്ങനെ കിട്ടുന്നതല്ല. എന്നാൽ എൻ്റെ ഒരു പേടി അങ്ങ് പോകും. വാടാ, കളത്തിലൊന്നും ഇറങ്ങണ്ട, ബാൽക്കണി ഇരുന്നങ്ങ് കണ്ടാ മതി. പഴശ്ശിയുടെ സമരമുറകൾ എന്തൊക്കെയാണെന്ന് ക്യാമ്പസ് കാണാൻ കിടക്കുന്നേ ഉള്ളൂ. മോളെ, ഇതൊരു ഫാമിലി എന്റർടൈനറാണ്. നിങ്ങൾ ലേഡീസിനും വരാം. റോഡ് പിക്കറ്റ് ചെയ്തു. ആട് ആട് നീ ആടാട്, ആട് ആട് നീ ആടാട്. എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ. റോഡിലാണ് പുന്നാര മക്കൾ അഭ്യാസം. എന്നാ നോക്കി നിൽക്കുവാണോ? അടിച്ചു നിൽക്കണം.
ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടുമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കുന്നത്. ഓട 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 ദൂരം കുറയല, പാട 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 പാട്ട് മുടിയല, പോക 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 ഒന്നും പുരിയല, ആകെ മൊത്തം ഒന്നും വിളങ്ങല. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. ഇനി നിയമസഭയിൽ സ്വാശ്രയ നിരാഹാര സമരം നടത്തിയ MLA-മാരെ മുഖ്യമന്ത്രി തിരിഞ്ഞു നോക്കാതായതോടെ പിള്ളാരുടെ പട്ടിണി മാറ്റാൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഒരു അറ്റകൈ പ്രയോഗം നടത്തി. എന്നാൽ മുഖ്യമന്ത്രി ഇതിലും വലിയ വെള്ളിയാഴ്ച വന്നിട്ടും ബാപ്പ പള്ളിയിൽ പോയിട്ടില്ല എന്ന നിലപാടിൽ എല്ലാം പൊളിച്ചടുക്കി. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ 3 പേരുമാണ് എന്റെ ഹീറോസ്. 3 പേരും തോറ്റുപോയവരാണ്. അതുകൊണ്ട് പൊരുതി തോറ്റാലങ്ങ് പോട്ടെന്ന് വെക്കും ഞാൻ. പക്ഷെ കളിക്കുന്നത് എപ്പോഴും ജയിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. ഐ ഓൾവേസ് പ്ലേ ടു വിൻ. പ്രതിപക്ഷം മാനേജ്മെന്റുകളുമായി സംസാരിച്ചൊരു പരുവത്തിലാക്കി. ശേഷം മുഖ്യമന്ത്രിയെ കണ്ടു. ഇതുവരെ കാര്യങ്ങളൊക്കെ പ്രതിപക്ഷം ആഗ്രഹിച്ച പോലെ മാനേജ്മെന്റ് ഫീസ് കുറച്ചാൽ അപ്പോൾ തന്നെ സമരം ജയിച്ച് നിരാഹാരം അവസാനിപ്പിക്കാനായി ഒരു കുരുക്ക് പ്രതിപക്ഷം മുഖ്യമന്ത്രിക്കായി നീട്ടി. എന്നാ നോക്കല്ലേ, ചിരിച്ചോളി. അപ്പൊ ശിവദാസ എങ്ങനാ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. മാധവൻ സാറിനെ ധിക്കരിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നും ചെയ്യില്ല. ഭയക്കണം കേട്ടോ. അപ്പോ ലേലത്തീയതി ഉടനെ ഡിക്ലെയർ ചെയ്യുകയല്ലേ? ചെയ്യാം. എങ്കിൽ വേഗം സ്ഥലം വിട്ടോ, എനിക്ക് വേറെ ചില പണികളുണ്ട്. അയാള് പറഞ്ഞോളൂ ചെയ്തില്ലെങ്കിൽ തേടി വന്ന് നമ്മളെ കൊല്ലും. ഇപ്പൊ കാണിച്ചത് അപ്പ് ഉണ്ടാവില്ലട്ടാ. ജോരെന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കല്ലേ. ഇത് നല്ലൊരു കുടുക്കാനുള്ള കുടുങ്ങി. ഈ സ്വാശ്രയ മാനേജ്മെന്റുകളുടെ ഭാഗത്തു നിന്ന് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. പാവപ്പെട്ട കുട്ടികൾക്ക് ഫീസ് കുറയ്ക്കുക ഉൾപ്പെടെയുള്ള ചില നിർദ്ദേശങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് വന്ന സാഹചര്യത്തിൽ ആണ് ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണാമെന്ന് കരുതിയത്. സ്വകാര്യ സ്വാശ്രയ മാനേജ്മെൻറ്റുകളുമായി മുഖ്യമന്ത്രി നേരിട്ട് സംസാരിച്ച് അവർ ഫീസ് കുറയ്ക്കാൻ തയ്യാറാണെങ്കിൽ പിന്നെ അതിനെ എതിർക്കേണ്ട കാര്യമില്ലല്ലോ. ആ ഒരു കാര്യമാണ് ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞത്. അദ്ദേഹത്തിനും അതിൽ എതിർപ്പില്ല. അദ്ദേഹം വളരെ അനുകൂലമായിട്ടാണ് പ്രതികരിച്ചത്. ചർച്ച ചെയ്തൊരു പോസിറ്റീവായ തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ അതിനനുസരിച്ച് മറ്റ് UDF കൂടിക്കൊണ്ട് ഞങ്ങൾ മറ്റ് നടപടികൾ സ്വീകരിക്കും. മുഖ്യമന്ത്രിയുമായി ചർച്ച കഴിഞ്ഞു. പക്ഷേ രമേശ് ചെന്നിത്തല പറഞ്ഞ പോലെയൊന്നുമല്ല കാര്യങ്ങൾ എന്നാണ് മാനേജ്മെന്റുകൾ മുഖ്യമന്ത്രിയെ കണ്ട ശേഷം പറയുന്നത്. സൂര്യനും തൊഴുതിടും പണിതിടും താഴികക്കുടം ഒഴുകിടും മലകളിൽ ചുഴികളിൽ നീന്തിടുന്നവൻ റാംബോ കൊത്താനെ പത്തി നീർത്ത പാമ്പോ പടകമുണരു വരണു വരണു ജാങ്കോ ആരാനുമെതിരെ നിന്ന തീർക്കും തിരകളുതിരും അവിടെ ഉടനെ അലയുമീ വഴികളിൽ മുകിലിലെ മിന്നലായവൻ. അപ്പോൾ പിന്നെ മുഖ്യമന്ത്രിയെ കണ്ടത് എന്തിനാണെന്ന് ചോദിച്ചാൽ കോഴിക്കോട്ട് നിന്ന് രാമനാട്ടുകരയ്ക്ക് പോകാനുള്ള ബസ് എവിടെ നിർത്തുമെന്നറിയാൻ പോയതാണത്രേ. കുട്ടിയ സാർ, സാധാരണ നായ്ക്കൾ എന്താ ചെയ്യാറ്? യജമാനന്മാർക്ക് വഴി കാട്ടും. കറക്റ്റ്. ഈ നിമിഷം മുതൽ നീ എന്റെ വഴികാട്ടിയാണ്. അതാണ് നിന്റെ കർമ്മവും. കുരയ്ക്കടോ. കരയാനല്ല പറഞ്ഞത്, കുരയ്ക്കാൻ. ഞങ്ങൾ ഇന്ന് ആരോഗ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും കണ്ടത് ഫീസുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കൊന്നുമല്ല. ഞങ്ങൾ കണ്ടത് ഞങ്ങളുടെ മെഡിക്കൽ കോളേജുകളുടെ മറ്റു പല പ്രശ്നങ്ങളും അവതരിപ്പിക്കാൻ വേണ്ടിയാണ്. അത് വളരെ ശക്തമായ രീതിയിൽ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ അത് വിവിധതര ഡിപ്പാർട്ട്മെന്റ് തല ചർച്ചകൾ കഴിഞ്ഞ് അതിനെക്കുറിച്ച് കൃത്യമായ ഒരു മറുപടി പറയാമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കി ഇന്നും ഇന്നലെയും നാം കേട്ടുകൊണ്ടിരിക്കുന്ന കഥകളെല്ലാം തന്നെ കെട്ടുകഥകളോ അല്ലെങ്കിൽ റൂമേഴ്സോ ആണ്. അതിന് പ്രതികരിക്കുവാൻ അസോസിയേഷൻ നിലയ്ക്ക് ഞങ്ങളും തയ്യാറല്ല.
ഗവൺമെന്റിന്റെ ഭാഗത്ത് യാതൊന്നും തന്നെ അത്തരത്തിൽ നിർദ്ദേശങ്ങളോ ഞങ്ങളുടെ ഭാഗത്ത് അങ്ങോട്ടോ ഒരു നിർദ്ദേശവും പോയിട്ടില്ല. ഞങ്ങളുടെ അസോസിയേഷനിലെ മെമ്പർമാരാരും തന്നെ ഇത്തരത്തിൽ ഒരു നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടില്ല. മറിച്ച് MES കോളേജ് അവരുടെ കോളേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിർദ്ദേശമോ അതുമായി ബന്ധപ്പെട്ട് എന്തോ ആണ് പറഞ്ഞത്. അദ്ദേഹം തന്നെ ഡോക്ടർ ഫസൽ ഗഫൂർ തന്നെ അത് വിവിധ ചർച്ചകളിൽ ക്ലാരിഫൈ ചെയ്തിട്ടുമുണ്ട്. എന്റെ പൊന്നുനവരൊക്കെ അറിയിക്കണം. ഞങ്ങൾക്ക് യാതൊന്നും തന്നെ ഈ വേളയിൽ പറയാനില്ല. എല്ലാം ഞങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. പണി പാലും വെള്ളത്തിൽ കിട്ടിയതോടെ പ്രതിപക്ഷ നേതാവ് പൊട്ടിക്കരഞ്ഞുപോയി. മുഖ്യമന്ത്രി പറയുന്നത് വളരെ വളരെ നട്ടാൽ കുരുക്കാത്ത നുണയാണ്, തെറ്റാണ്, വാസ്തവവിരുദ്ധമായ കാര്യമാണ്. ചെന്ന ഉടനെ തന്നെ മാനേജ്മെൻറ്റുകളെ അദ്ദേഹം വേറിട്ട് കാണിയത്. നിങ്ങൾ കച്ചവടക്കാരാണ്, നിങ്ങൾക്ക് എപ്പോഴും അഭിപ്രായം മാറാം എന്ന് പറഞ്ഞ് അവരെ വളരെ മോശമായി അവർക്ക് നേരെ കുതിര കയറിയാണ് ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ഒറ്റയ്ക്കല്ല, ഒരാളല്ല, 30 പേരിരിക്കുന്ന യോഗത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം അതിലുള്ള ആളുകളോട്. ഒരു സമ്മർദ്ദവും സർക്കാരിന്റെ ഭാഗത്തോ രാഷ്ട്രീയപരമായ ഒന്നും തന്നെ ഞങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല. ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷയും ഞങ്ങൾക്കില്ല. എന്റെ പൊന്നുനവരൊക്കെ അറിയിക്കണം. ഇവർ തമ്മിൽ എന്തെങ്കിലും ധാരണ ഉണ്ടായിരുമോ എന്ന് എനിക്കറിയില്ല. അതിൽ നിന്ന് അവർ തെറ്റിയിട്ടുണ്ടെങ്കിൽ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമുള്ളൂ. അതെന്നെ ബേബിച്ചിട്ട് ഒരുമാതിരി മറ്റടുത്ത് വർത്താനം പറയണ. വളരെ മോശമായി അവരോട് പെരുമാറുകയും ആരോഗ്യമന്ത്രിയോടും ആരോഗ്യ സെക്രട്ടറിയോടും അദ്ദേഹം വളരെ പരുഷമായി സംസാരിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ അവർക്ക് ഒന്നും പറയാൻ കഴിയാത്ത അവർ നെറ്റിത്തെറിച്ചു പോയി. എനിക്കത് ചെയ്യാൻ കഴിയും. എന്നെ അതിന് കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത്രയ്ക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. അവരോട് എന്ത് പരുഷമായി സംസാരിച്ചു എന്നാണ് അവർ പറയുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രിയെയും സെക്രട്ടറിയെയും മുഖ്യമന്ത്രി ശകാരിച്ചു. സത്യത്തിന്റെ ഒരു തരിമ്പുള്ള കാര്യമല്ലേ പറയുക സാധാരണ. നിങ്ങളുടെ ഫ്ലാഷ് ജനങ്ങളുടെ മുമ്പാകെ പോയില്ലേ? ഞാനിനി എത്ര മറുപടി പറഞ്ഞാലും അത് കേട്ട ജനം എന്തോ ആരോഗ്യവകുപ്പ് മന്ത്രി ശകാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കൊടുക്കുവോ? പിന്നെ കുറ്റം പറയാൻ പറ്റുന്ന ഒരാൾ ഞാനാണെന്നുള്ളതോട് കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കാം. അതല്ലാതെ എനിക്കൊന്നും ഈ കാര്യത്തിൽ ചെയ്യാൻ കഴിയില്ല. മഹാന്മാരെ അടുത്തെറിഞ്ഞ മനസ്സിലെ വിഗ്രഹം വീണുടഞ്ഞു പോകുന്ന പറഞ്ഞ സത്യ ഞാൻ നിർത്തി ആയിക്കോട്ടെ. ഇന്ന് ഈ നിയമസഭയിൽ അനുഭവ നിരാഹാരം അനുഷ്ഠിച്ച ആളുകൾക്ക് ഞങ്ങളിപ്പോൾ നാരങ്ങ നീര് നൽകി അവരുടെ സമരം അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ എങ്ങനെയോ ഊരി, അത് തന്നെ.